ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ആര്യാടൻ ഷൗക്കത്ത് MLA നേതൃത്വത്തിൽ നടപ്പാക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ 2040 ഭാഗമായി ആദിവാസി വിഭാഗങ്ങളിലുള്ളവർക്ക് അടിസ്ഥാന രേഖകൾ നൽകുന്നതിനായുള്ള മെഗാ രേഖാ അദാലത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. നമ്മളിതിനു വേണ്ടി 7000-ഓളം ആദിവാസികളെ നേരിട്ട് കണ്ട് അവരുടെ രേഖകൾ എന്താണ് കയ്യിലുള്ളത് എന്ന് പരിശോധിച്ച് ഇല്ലാത്ത രേഖകൾ സർവേ നടത്തി അത് കണ്ടെത്തി ആ കണ്ടെത്തിയ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്ന് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അദാലത്തിൽ വരുന്നവരുടെ ആവശ്യം എന്താണ് എന്ന് മുൻകൂട്ടി നമുക്കറിയാൻ പറ്റും. 2, അത് ആർക്കൊക്കെയാണ് എന്ന് നമുക്കറിയാൻ പറ്റും. അത് ഏത് പഞ്ചായത്തിൽ നിന്ന് വരുന്നവരാണ് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്കൊന്നുകൂടി സൗകര്യമാണ്. നേരെ മറിച്ച് നമ്മൾ കുറേ ആളുകൾ വിളിച്ചു കൂട്ടി അവരെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങി പരിഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ വെറുതെ ഒരാളൊന്നും കൊടുക്കാൻ കഴിയില്ല. അത് പഞ്ചായത്തിൽ അപേക്ഷിച്ച് പഞ്ചായത്തിൻ്റെ NRC കിട്ടി, അത് വില്ലേജിൽ കൊടുത്ത് വില്ലേജിൽ നിന്ന് അത് അപേക്ഷ ഫോർവേഡ് ചെയ്തു, എന്നിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ പണികൾ ചെയ്ത് തീർന്നു കഴിഞ്ഞ 1.5 മാസം കൊണ്ട് നടന്ന പ്രവർത്തനം പഞ്ചായത്തിലെത്തി, പഞ്ചായത്തിൽ നിന്ന് NRC ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു, അത് വില്ലേജ് ഓഫീസിലെത്തി, വില്ലേജിൽ നിന്ന് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചത് ഫോർവേഡ് ചെയ്തു, സബ് കളക്ടർ ഫോർവേഡ് ചെയ്തു. ഈ പണികൾ നമ്മൾ ചെയ്ത് തീർക്കുക, നേരത്തെ ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ഈ പറഞ്ഞ ഡോക്ടറോ സർട്ടിഫിക്കറ്റോ സബ് കളക്ടറോ ഇരുന്നിട്ട് കൈയോടെ നമ്മൾ ചെയ്ത് കൊടുക്കുക. നാളെ രാവിലെ 10 നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന രേഖാ അദാലത്തിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ രേഖകൾ കൈമാറുമെന്നും ആര്യാടൻ ഷൗക്കത്ത് MLA അറിയിച്ചു. 168 ഉന്നതികളിൽ നിന്നായി ആദിവാസികളെ എത്തിക്കുന്നതിനായി വാഹന സൗകര്യങ്ങളടക്കം വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. വനത്തിനുള്ളിലെ ആദിവാസി ഉന്നതികളിലുള്ളവരെ വനവകുപ്പിന്റെ വാഹനങ്ങളിലാണ് എത്തിക്കുന്നത്. അദാലത്തിനെത്തുന്നവർക്ക് പ്രഭാത ഉച്ചഭക്ഷണ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അടിസ്ഥാന രേഖകളില്ലാത്തതിന്റെ പേരിൽ സർക്കാർ ക്ഷേമ പദ്ധതികളിലടക്കം ഉൾപ്പെടാതെ പോകുന്ന നിലമ്പൂർ ഉൾവനത്തിലടക്കമുള്ള ആദിവാസി വിഭാഗങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നതിനാണ് മെഗാ അദാലത്ത്. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, തൊഴിൽ കാർഡ്, ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള 11 രേഖകളാണ് നൽകുക. നിലമ്പൂർ നഗരസഭ വഴിക്കടവ്, പോത്തുകല്ല്, എടക്കര, ചുങ്കത്ര, മൂത്തേടം, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിലേക്കുള്ള ആദിവാസി വിഭാഗങ്ങൾക്കാണ് ക്യാമ്പ്. രേഖകൾക്കായി എത്തുന്നവർക്ക് മെഡിക്കൽ ക്യാമ്പും മരുന്നുകളും വിതരണം ചെയ്യും. നിയോജക മണ്ഡലത്തിലെ 7000-ഓളം പട്ടികവർഗ വിഭാഗക്കാരെ നേരിൽ കണ്ട് സർവേ നടത്തിയാണ് അവശ്യ രേഖകളില്ലാത്തവരുടെ പട്ടിക തയ്യാറാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു നിയോജക മണ്ഡലത്തിൽ സമഗ്രമായി സർവേ നടത്തി അവശ്യ രേഖകളില്ലാത്ത ആദിവാസി വിഭാഗങ്ങളിലുള്ള മുഴുവൻ പേർക്കും അവശ്യ രേഖകൾ കൈമാറുന്നത്. ഇപ്പോൾ നമ്മൾ അവരുടെ പല ആദിവാസി സമൂഹത്തിന് ലഭിക്കുന്ന പല പദ്ധതികളും അവർക്ക് നിഷേധിക്കപ്പെടുന്നു. അതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവശ്യ രേഖകൾ അവരുടെ കയ്യിലില്ല എന്നതാണ്. ഒന്നുകിൽ ആധാർ കാർഡില്ല, അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല, അതല്ലെങ്കിൽ പാൻ കാർഡില്ല, റേഷൻ കാർഡില്ല, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ 10ഓളം അവശ്യ രേഖകൾ. ജാതി സർട്ടിഫിക്കറ്റില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് വലിയ പ്രശ്നമാണ്. 10ഓളം അവശ്യ രേഖകൾ അവരുടെ കയ്യിലില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ കാലത്ത് കുറേ ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാധാരണ അദാലത്ത് നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം, അദാലത്ത് നടക്കുന്നത് അദാലത്ത് പ്രഖ്യാപിക്കും, ആവശ്യക്കാർ അദാലത്തിൽ പങ്കെടുത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഈ അദാലത്തിൻ്റെ ഏറ്റവും പ്രത്യേകത ആവശ്യക്കാരെ നമ്മൾ കണ്ടെത്തി അവരെ നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് രേഖകൾ ഉണ്ടാക്കി കൊടുത്ത് നമ്മളത് കൊണ്ടുപോയി ആക്കി കൊടുക്കുക. അങ്ങനത്തെ ഒരു അദാലത്ത് വാസ്തവത്തിൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു അദാലത്ത് ഇതിനു മുൻപ് കേരളത്തിൽ തന്നെ നടന്നിട്ടില്ല.
പട്ടികവർഗ വകുപ്പ്, റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, IT വകുപ്പ് എന്നിവ ചേർന്നാണ് അദാലത്ത് നടത്തുന്നത്. അദാലത്തിനെത്തുന്നവർക്ക് സഹായവുമായി 400ഓളം സന്നദ്ധ പ്രവർത്തകരെയും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ MLAക്കൊപ്പം വികാസ് മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ഷോപ്പിംഗിൽ നിലമ്പൂരിന്റെ യഥാർത്ഥ ഫീലിംഗ്സ്. മികച്ച ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ ഹോമെക്സ് ഫർണിച്ചേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇണങ്ങിയ പ്രീമിയം കസ്റ്റമൈസ്ഡ് സോഫാസ്, ലിവിംഗ് റൂം ആക്സസറീസ് എന്നിവ നിർമ്മിച്ചു നൽകുന്നു. ഹോമെക്സ് ഫർണിച്ചേഴ്സ്, വടപുറം, നിലമ്പൂർ. Nature's masterpieces crafted in natural diamond jewelry. Malabar Gold and Diamonds presents Nuva, nature's finest creations. Charitra Vivag Bridal Collections by Shobhika Weddings.